എന്താ ഗബ്രു ഇന്നലെ നീ പറഞ്ഞ പോലെ നടന്നില്ലല്ലോ. താൻ പാതി മാൻഡ്രേക്ക് പാതി എന്നാണല്ലോ. ഈസ്റ്റ് ബംഗാൾ നന്നായിട്ട് കളിച്ചതുകൊണ്ടല്ലേ 1-1 സമനില വന്നത്. അടി ഈസ്റ്റ് ബംഗാളിന് ജയിക്കാൻ ഒരു അവസരം കൊടുത്തതാണ്. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ ഇന്നലെ കളി കണ്ടില്ല. ഐശരി അടി ഇന്നലെ നോർത്ത് ഈസ്റ്റിന് ഫസ്റ്റ് ഹാഫിൽ പെനാൽറ്റിക്ക് ഒരു അവസരം കൊടുത്തത് അവരടിച്ചില്ല. ഓ അതിന്റെ വീഡിയോ ഉണ്ടാ? വീഡിയോ നൈസായിട്ട് ഗോളിയുടെ കയ്യിലേക്ക് തന്നെ അടിച്ചു കൊടുത്തൂല്ലേ, വെറുതെ ഇവർ ജയിക്കാൻ ഞാൻ. പക്ഷെ ഒരു 4 മിനിറ്റിനുള്ളിൽ പാർത്തിഗോഗയുടെ ഒരു കിടിലൻ ഷോട്ട് ഗോളായി ഫസ്റ്റ് ഹാഫിൽ തന്നെ. ബോക്സിന്റെ പുറത്തുനിന്ന് ഒരു ഷോട്ട് എടുത്തിട്ടുണ്ടല്ല, നേരെ ഗോൾ പോസ്റ്റിലേക്ക് കാണിച്ചേ. കിടിലൻ അല്ല, പഞ്ചാബിന് വേണ്ടി ആരാ ഗോൾ അടിച്ചേ? പഞ്ചാബിന് 62ാമത്തെ മിനിറ്റിൽ ഒരു കോർണർ കിട്ടി, അത് നമ്മുടെ മെൽറോയ് എന്ന് പറയണവൻ അടിച്ച് ഗോളാക്കി. അതിന്റെ വീഡിയോ ഉണ്ടാ? അങ്ങനെ രണ്ടുപേരും ഓരോ ഗോൾ അടിച്ച് സമനില പിരിഞ്ഞു അല്ലെ? യെസ് ഓഫ് കോഴ്സ്. അപ്പൊ ഇന്നലത്തെ കളിയിലും പാർത്ഥിവ് ഗോൾ അടിച്ച സ്ഥിതിക്ക് കളിച്ച 3 കളിയിലും പാർത്ഥിവ് ഗോഗോയ് ഗോൾ അടിച്ചില്ലേ? അത് 3 കളിയിലും ഗോളുകൾ കിടിലായിരുന്നു. ഞങ്ങളുടെ ലൂണെ നാളെ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയായില്ലേ? ICC വേൾഡ് കപ്പ് വരെ നമ്മുടെ ISL ഒരു മാച്ച് ക്യാൻസൽ ആക്കുമെന്ന് പറയുന്നുണ്ട്. നീ അറിഞ്ഞ? ഏത് മാച്ച്? ഒക്ടോബർ 28 നടക്കാൻ പോണ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ മത്സരം. റീസൺ സുരക്ഷാ പ്രശ്നങ്ങൾ എന്നുവെച്ചാൽ ഒക്ടോബർ 28 ബംഗ്ലാദേശ് നെതർലാൻഡും തമ്മിലുള്ള വേൾഡ് കപ്പിലെ മാച്ച് കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്നുണ്ട്. അന്ന് ആ കളി കാണാൻ വേണ്ടിയിട്ട് കുറെ ബംഗ്ലാദേശികൾ വരുമെന്നാണ് റിപ്പോർട്ട്. അപ്പൊ പോലീസിന് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. സെയിം ഡേ തന്നെ നമ്മുടെ പാകിസ്ഥാൻ ടീം കൊൽക്കത്തയിൽ എത്തുന്നുണ്ട്. അവർക്ക് 31-ാം തീയതി അവിടെ കളിയുണ്ട്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് ISL മാച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനും കൂടി സുരക്ഷ ഉറപ്പാക്കാൻ പറ്റാത്തത് കൊണ്ട് ആ മാച്ച് ക്യാൻസൽ ചെയ്യുന്നതാണ് പറയണത്. ഓ അങ്ങനെ ഇന്ന് 2 കളി ഉണ്ടല്ലേ? അതെ, ഗോവ ഒഡീഷ, മോഹൻ ബഗാൻ ചെന്നൈ. രണ്ടും നിന്റെ ടീമാണല്ലോ ഫ്രാൻസിസ്. എന്താ രണ്ടും ജയിക്കില്ലേ? ഒരു കളി ഗോവ ജയിക്കാനാ ചാൻസ്. അപ്പൊ ഗോവ തോക്കുന്നല്ലോ പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടാമത്തെ കളിയോ? അത് ചെന്നൈ ജയിക്കും. ആശ്വാസം. ഫ്രാൻസിസ്, ഈ ഗബ്രു ഒരു ദിവസം 2 പ്രവചനം നടത്തി കഴിഞ്ഞാൽ അത് ഒരെണ്ണം മാത്രമേ ശരിയാവാറുള്ളൂ. അങ്ങനെ നോക്കുമ്പോ ഗോവയും മോഹൻ ബഗാനും തോൽക്കാനാ ചാൻസ്. അതിലെനിക്ക് പേടിയില്ല. ഗോവ തോറ്റാലും മോഹൻ ബഗാൻ തോക്കും അല്ല തോൽക്കില്ല. എടാ ലാസ്റ്റ് 5 കളിയിൽ ഏറ്റുമുട്ടിയപ്പോ 2 തവണ വിജയം ഞങ്ങൾക്കായിരുന്നു. 2 കളി നിങ്ങൾ ജയിച്ചേ, പക്ഷെ ഒരു കളി ഞങ്ങളല്ലേ ജയിച്ചേ. 2 കളി ഡ്രോ ആയി. അപ്പൊ ഈ കളി ഞങ്ങൾ ജയിച്ചിട്ട് പൊറിഞ്ചു നേർക്ക് നേർ കണ്ടുമുട്ടിയത് അവിടെ നിക്കട്ടെ. ഇവന്മാര് ലാസ്റ്റ് 5 കളി ജയിച്ചിട്ടാ തന്നെ. നിങ്ങളുടെ കാര്യം അതല്ല. അതെ, ഇന്ന് ഞങ്ങൾ ജയിക്കും. ഞങ്ങളുടെ ഹോം ഗ്രൗണ്ട് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ചെന്നൈയിലാണ് മത്സരം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. എനിക്ക് അതിലും കൂടുതലൊന്നും പറയാനില്ല. എടാ ശരത്തെ, നീ ഒന്നില്ലെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നില്ലടാ. ആ സ്നേഹത്തിലെങ്കിലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തൂടെ? എടാ അത് IPL, ഇത് ISL, അത് വേ ഇത് റേ. പൊറിഞ്ചു നീ പേടിക്കണ്ട, ചെന്നൈ ജയിക്കും. നിനക്കെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടല്ലോ. നീ പറയുന്ന ടീം തോക്കില്ലേ? മാറ്റി പറയടാ. അളിയാ നിങ്ങൾ കേക്കണം, ഞാൻ സപ്പോർട്ടാക്കുന്ന 2 ടീം ഒന്ന് ജയിച്ചിരിക്കും. ഒരു ടീം ജയിക്കുള്ളൂ. എന്നാ മോഹൻ ബഗാൻ ജയിക്കട്ടെ. ഓക്കെ, അല്ല ഗോവ ജയിച്ചാൽ മതി. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം, ഇടയ്ക്ക് വാക്ക് മാറ്റാൻ പാടില്ല. വാക്ക് പറഞ്ഞ വാക്കൊക്കെ തന്നെ. ഗോവ ജയിക്കും, മോഹൻ ബഗാൻ ഇന്ന് തോക്കും. ഗോവ ജയിക്കും, അല്ല മോഹൻ ബഗാൻ ജയിക്കും. എടാ ചെന്നൈ ജയിക്കുള്ളൂ. ഒന്നില്ലെങ്കിൽ മോഹൻ ബഗാൻ ജയിക്കും, അല്ലെങ്കിൽ ഗോവയും മോഹൻ ബഗാനും ജയിക്കും. ഞാൻ സമ്മതിക്കില്ല ചെന്നൈ ജയിക്കാൻ, സമ്മതിക്കില്ല. ചെന്നൈ ജയിക്കൂടാ, ഞങ്ങളുടെ ഹോം മാച്ച് ആടാ, ഞങ്ങൾ ജയിക്കൂടാ. ഒന്ന് നിർത്ത്. ഇന്നല്ലേ കളി, ഇന്ന് വൈകുന്നേരം അറിയാലോ എന്നിട്ട് റിസൾട്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നന്നായിട്ട് കളിക്കുന്നവര് ജയിക്കും, അത്രേ ഉള്ളൂ. ചെന്നൈ ജയിക്കും, മോഹൻ ബഗാൻ ജയിക്കും. കാണാം കാണാം കാണാടാ. നിങ്ങൾ പറ, ഇന്ന് ആരൊക്കെ ജയിക്കും?